വന്നില്ലല്ലേ ഞങ്ങളുടെ ഒരാളവിടെ കേറിയില്ലേ? ആര് പറഞ്ഞ അവിടെ കേറിയിട്ട് പോന്നില്ലേ? പോന്നില്ലേ? ഇതാരത്? ഇതാരത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എത്ര സമയം നിങ്ങളെ കാത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. പക്ഷെ ആ തക്ക സമയത്താണ് ആ മഴ പെയ്തു. സ്റ്റൈലൊക്കെ ഏതാ പുതിയ ബനിയനെന്ന് തോന്നുന്നു. 100 രൂപ 100 രൂപ 100 രൂപ സുഖമിടാനായിട്ട് കനവില്ലേ സുഖല്ലേ നമുക്കെന്ത് നോക്കാൻ. ഒരു കഥാപാത്രം കൂടി ഉണ്ട് ബാക്കി. ഇതാണ് ആ കഥാപാത്രം. എൻ്റെ അനിയത്തിയാണ് കേട്ടോ രണ്ടാമത്തെ. മെർഫിൻ എന്നാണ് പേര്. നല്ല നല്ല കുക്കിങ്ങിലാണ് ആൾ. രാത്രി ചപ്പാത്തി മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും കുറുമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കക്ഷി. അപ്പോൾ അവളും ഡാഡിയും മമ്മിയാണ് തറവാട്ടിലുള്ളത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് തറവാട്ടിൽ നിൽക്കാത്തതെന്നുള്ളൊരു ചിന്ത പലരിലും ഉണ്ടാവും. അതുകൊണ്ട് പറയാണ്, തറവാട്ടിൽ കിണറില്ല, പഞ്ചായത്ത് പൈപ്പിലെ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ചില ദിവസം ഉണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. പിന്നെ തൊട്ട് മുന്നിലൊരു പുഴയാണ്. അപ്പോൾ അവിടേക്ക് ഒരു പാലം വന്നിട്ടുണ്ട്. ആ പാലം വന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥലമൊക്കെ എടുത്തുപോയി. അതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലത്താണ് ഈ വീടിരിക്കണേ. അപ്പോൾ അങ്ങനെ കുറച്ച് സൗകര്യക്കുറവുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അനിയത്തിയുടെ മക്കൾ എന്തായാലും ഞങ്ങളുടെ അടുത്തുനിന്ന് മാറില്ല. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറിയാൽ അവർ പിന്നെ അതൊരു വിഷമം. എല്ലാവർക്കും കൂടി വന്നിവിടെ നിൽക്കാനും പറ്റില്ല. അപ്പോൾ പിള്ളേരും ഞങ്ങളെല്ലാവരുടെയും ആകുമ്പോഴത്തേനും ഇവിടെ എല്ലാവർക്കും കൂടി കിടക്കാനുള്ള സൗകര്യങ്ങളും കുറവുണ്ട്. പിന്നെ വെള്ളം, അതാണ് ഏറ്റവും മെയിൻ പ്രോബ്ലം. അപ്പോൾ ഞങ്ങൾ വരും, വന്നിട്ട് ഭക്ഷണം കഴിക്കും, ഒരുമിച്ചിരുന്ന് സംസാരിക്കും, വിശേഷങ്ങളൊക്കെ പറയും. പിന്നെ ഡാഡിയും മമ്മിയൊക്കെ അങ്ങോട്ടും അനിയത്തിൻ്റെ അടുത്തേക്ക് വരും. 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെയാണ് നാട്ടിൽ പോയാലുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്നിപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചു, ചപ്പാത്തിയും കുറുമെല്ലാം കഴിച്ച് തിരിച്ച് വീണ്ടും അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. പോണ വഴിക്ക് നാളത്തെ ഊട്ടുതിരുന്നാളിന് പള്ളിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഈ കാണുന്നത്. പള്ളിക്ക് നോക്കി എന്ത് രസമായിട്ട് അലങ്കരിച്ച്, എന്ത് ഭംഗിയെ കാണാൻ. കുറേ നാളായി ഞാൻ എൻ്റെ പള്ളി കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ.